സാറിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഒരുപാട് പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നു അല്ലേ? വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കുന്നവർ തന്നെ ഒരുപാട് പേര് പിന്നീട് വീണ്ടും മ്യൂസിക് ഡയറക്ടേഴ്സായി. മലയാളത്തിലാണെങ്കിലും ഇപ്പോൾ ശരിക്കും നമുക്ക് പറഞ്ഞ ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള സംഗീത സംവിധായകരുണ്ട്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് മലയാളത്തിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ ചെറിയ കുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അത് 20 വയസ്സൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ സംഗീത സംവിധാനം ഇൻഡിപെൻഡൻ്റായിട്ട് മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട്. സാറിന് എന്താണ് അവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാൻ? നല്ല ടാലൻ്റ് അവരെ ടാലൻ്റ് വരുന്നത്. എനിക്ക് സന്തോഷമാണ് ചെറുപ്പക്കാർ വരുന്നത്. അവരെന്താണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പാട്ട് ചെയ്യുമ്പോൾ? അല്ല, അങ്ങനെയല്ല, അവരും ഈ ഒരു ഇൻസ്പിറേഷൻ ചെയ്യുന്നതായിരിക്കും. അവർക്ക് അത് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ പക്ഷേ എന്നാലും ഓർക്കസ്ട്രയുടെ ഒക്കെ ഒരുപാട് ഒരു കടന്നുകയറ്റം നമുക്ക് പാട്ടുകളെ കുറച്ച് നമ്മൾ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നില്ലേ പാട്ടിന്? ഒരുപാട് ബഹള പാട്ടുകൾ. അതിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓർക്കസ്ട്രേഷൻ ഇല്ല. ഇപ്പോൾ ഫുൾ ഓർക്കസ്ട്രയുടെ റെക്കോർഡിംഗ് ഇല്ല. ശരി. എല്ലാം കീബോർഡിൽ ഫീഡ് ചെയ്തിട്ട് ഫില്ലപ്പ് ചെയ്യുന്നതാണ്. അത് കാരണം ഓർക്കസ്ട്ര ഇല്ല ഇപ്പോൾ. ശരി. ഇപ്പോൾ ഓർക്കസ്ട്ര ആർക്കും ഇല്ല. പക്ഷെ അത് നല്ലതാണോ സംഗീതത്തിന്? നല്ല പാട്ടുകൾ ഉണ്ടാവാൻ അത് അല്ല, പല്ലവും ചേർന്നാൽ നന്നായി മതി. ഈ ഓർക്കസ്ട്ര ബാക്ക്ഗ്രൗണ്ട് കാരണം പാട്ട് ഇട്ടാവില്ല. ഇല്ല, ബാക്ക്ഗ്രൗണ്ട് അഡീഷനാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് പാട്ടിനെ മോശമാക്കില്ല ചിലപ്പോൾ. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു അതിപ്രസരം നമ്മളെ പാട്ടിൽ നിന്ന് അകറ്റിക്കളയില്ലേ? ആക്ച്വലി ഈ പല്ലവി ചരണമാണ് ഒരു മനുഷ്യൻ്റെ ഫേസ്. പിന്നെ ഈ ഷർട്ട്, പാൻറ് ഇതൊക്കെ അഡീഷനല്ല. ബട്ടൺ, ഗിട്ടൺ, പെർഫ്യൂം അതൊക്കെയാണ് നമ്മൾ അത് അഡീഷനല്ല. അതിപ്പോൾ നല്ല മോഹമാണെങ്കിൽ അത് അഡീഷണലാവും. നല്ല മോഹമില്ലെങ്കിൽ കാര്യമില്ല. അതേപോലെ പല്ലവും ചേർന്ന് നല്ലതില്ലെങ്കിൽ നിൽക്കില്ല. സാർ എപ്പോഴെങ്കിലും എഴുതി വന്ന പാട്ടുകൾക്ക് ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്? കസ്തൂരിയോ കൺമലമോ സഗീനഗരം കൽക്കണ്ടമോ കലേശമോ സഗീനഗരം. പിന്നെ ഈ പാട്ടും എഴുതിയിട്ടുണ്ട്. ആഴിത്തിരമാലകൾ തീരം തേടി ആലോലമായി അടി വരും. നോട്ടുണ്ട് അവിടെ. ആഴിത്തിരമാലകൾ അഴകിൻ്റെ മാലകൾ ആലോലമായി അടിവരും തീരം തേടി ഓടിവലമായി അടി വരും. നോട്ട്. ആലോലമായി അടിവരും തീരം തേടി ആലോലമായി അടിവരും തീരം തേടി ഓടിവരും. ആഴിയിൽ കണ്ടുമുട്ടും ആശകളും സ്വപ്നങ്ങളും ആയിരമായിരം പങ്കുവയ്ക്കും. ആഴിത്തിരമാലകൾ അഴകിൻ്റെ മാലകൾ ആലോലമായി അടിവരും തീരം തേടി ഓടിവരും. ആഴിത്തിരമാലകൾ അഴകിൻ്റെ മാലകൾ ആലോലമായി അടിവരും തീരം തേടി ഓടിവരും. ആണാളും പെണ്ണാളും ആവനിയിൽ കണ്ടുമുട്ടും ആശകളും സ്വപ്നങ്ങളും ആയിരമായിരം പങ്കുവയ്ക്കും. ആണാളും പെണ്ണാളും കണ്ടുമുട്ടും ആശകളും സ്വപ്നങ്ങളും ആയിരമായിരം പങ്കുവയ്ക്കും. ആഴിത്തിരമാലകൾ അഴകിൻ്റെ മാലകൾ ആലോലമായി അടിവരും തീരം തേടി ഓടിവരും. അപ്പോൾ വളരെ സന്തോഷം ഞങ്ങളുടെ ഈ സമാഗമത്തിൽ വന്ന് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ പങ്കിട്ടതിന്. ഇത് സംഗീത സമാഗമമാക്കി മാറ്റിയതാണ് സാർ ഇതല്ലേ? അത് നിങ്ങൾ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരു സംഗീത പ്രേമൻ എന്ന് പറയാം. സംഗീത പ്രേമി, ലവർ ഓഫ് മ്യൂസിക് പ്രേമി. അത് ഞാൻ അതുകൊണ്ടാണ് സാറിനെ കാണുമ്പോൾ എപ്പോഴും സാറുമായിട്ട് ഒരുപാട് സമയം സാറിൻ്റെ വീട്ടിലൊക്കെ വന്നിരുന്ന് നമ്മളിങ്ങനെ അക്കോർഡിയം വായിച്ചൊക്കെ പാടുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പാട്ടാകുമ്പോൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് വേറെ സബ്ജക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല അല്ലേ? ഇതിൻ്റെ ഇടയിൽ ഈ പാട്ടിൻ്റെ സബ്ജക്റ്റ് മാത്രം. പ്രസാദ് പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി.